ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാത്രി സുധീഷ് നല്ല ഉറക്കത്തിൽ കിടക്കുകയാണെന്ന് കരുതി സുഭാഷ് ഹരീഷിനെയും നികേഷിനെയും വിളിച്ചുണർത്തി സംസാരിക്കുകയാണ്. സുഭാഷ് പറയുന്നു, എടാ ആളുകളുടെ വായടയ്ക്കാൻ പറ്റുമോ? നോക്ക്, നിധിക്ക് ഇനിയും ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് നേരിടേണ്ടി വന്നാലോ? ആളുകൾ ഇനി അവളെ പരിഹസിച്ചാലോ? അത് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ നോക്കണം. ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, നമ്മൾ എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? അങ്ങനെ പറയരുതെന്ന് നമുക്ക് ആളുകളോട് ചെന്ന് പറയാൻ പറ്റുമോ? സുഭാഷിട്ട അവന് കിട്ടിയ അടിക്ക് അവൻ ഇനി ആരുടെ അടുത്തും ഒന്നും മിണ്ടാൻ പോകുന്നില്ല. ഇത് കിട്ടിയ സുഭാഷ് പറയുകയാണ്, ഇത് അങ്ങനെയല്ല, ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായില്ലേ, ഇനി ഓരോ അവസരത്തിലും ആളുകൾ ഇങ്ങനെ തന്നെ പറയും. അവർ നിധിയെ വേദനിപ്പിക്കും. നമ്മൾ വേണം ഇതിനൊരു തീരുമാനം എടുക്കാൻ. നികേഷ് ചോദിക്കുകയാണ്, സുഭാഷേട്ടൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? അപ്പൊ സുഭാഷ് പറയുകയാണ്, ഇങ്ങനെ ഒരു കാര്യം നാട്ടുകാർ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവര് നമ്മളെ അത് ഓർമ്മിപ്പിക്കും. നിധി പാവോ, നമ്മുടെ വീട്ടില് നമ്മുടെ ഒപ്പം താമസിച്ച് ആ കുട്ടി നമുക്ക് വേണ്ടി എന്തിനിങ്ങനെ കഷ്ടപ്പെടണം? ഇതെല്ലാം തടയാൻ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമുക്ക് നിധിയെയും സുധീഷിനെയും ഇവിടെ ആക്കിയിട്ട് വേറെ എവിടേക്കെങ്കിലും മാറി താമസിച്ചാലോ? നമ്മൾ എങ്ങോട്ടാ പോകുക എന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, നമുക്ക് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് പോകാം. നിധിയും സുധീഷും ഇവിടെ താമസിക്കട്ടെ. നീയും ഞാനും ഹരീഷും അച്ഛനും കൂടി വേറെ വീടെടുത്ത് അവിടേക്ക് മാറാം. സുഭാഷ് ഏട്ടാ, അവരിതിന് സമ്മതിക്കുമോന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, സമ്മതിപ്പിക്കണം. അങ്ങനെ ചെയ്താൽ സുധീഷ് നിധിയെ നന്നായി നോക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം. നമ്മൾ വഴക്കിട്ട് പോകുന്നതൊന്നും അല്ലല്ലോ. നിധിക്കൊരു പേരുദോഷം ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടിയാ ഞാൻ ഈ തീരുമാനം എടുത്തത്. എടാ നികേഷേ, നീ ഇങ്ങനെ വിഷമിക്കത്തക്ക രീതിയിൽ ഒന്നുമില്ലടാ. നമ്മൾ അവരെ വിട്ട് ഒരുപാട് ദൂരത്തേക്കൊന്നും പോകുന്നില്ല. ഇവിടെ അടുത്താ നമ്മൾ താമസിക്കാൻ പോകുന്നേ. നിധി നന്നായിട്ട് ജീവിക്കണമെന്ന് നീയും ആഗ്രഹിക്കുന്നില്ലേ? അപ്പൊ നികേഷ് ചോദിക്കാണ്, സുഭാഷേട്ടൻ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? എനിക്ക് കേട്ടത് സുഖമായിട്ട് ജീവിക്കണമെന്നല്ലേ ആഗ്രഹം. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, അപ്പൊ നമ്മളിത് ചെയ്തേ പറ്റൂ. കണ്ടു തുറന്ന് എഴുന്നേറ്റിരുന്ന് അവരെ നോക്കുകയാണ് സുധീഷ്. ഞെട്ടി സുഭാഷ് ചോദിക്കുന്നു, നീ ഇതുവരെ ഉറങ്ങിയില്ലേടാ? അപ്പൊ സുധീഷ് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് സംസാരിച്ചോണ്ടിരുന്നാൽ ഞാൻ അങ്ങനെ ഉറങ്ങുക? എല്ലാവരും കൂടി നല്ലൊരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, സൂപ്പർ, ഫാന്റാസ്റ്റിക്. ഹരീഷ് ചോദിക്കുന്നു, ഉറങ്ങാതെ ഞങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സുധീഷ് പറയുകയാണ്, അതെ അതെ, നിങ്ങൾ പുറത്തു നിന്ന് രഹസ്യമായി സംസാരിക്കുകയല്ലായിരുന്നു. ഞാൻ വന്ന ഒളിങ്ങി എന്ന് കേട്ടതാ. എടാ, ഞാൻ ഇവിടെ അടുത്ത് കിടക്കുകയല്ലേ, ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ ഞാൻ കേക്കില്ലേ? ഞാൻ ചുമ്മാതെ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. സുഭാഷ് ഏട്ടൻ എന്റെ മുഖത്ത് ടോർച്ച് അടിച്ചു നോക്കി ഇവരെ എഴുന്നേൽപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സുഭാഷ് ഏട്ടൻ എന്നെ കുറിച്ച് എന്തോ പറയാൻ പോവുകയാണെന്ന്. പക്ഷെ എനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സുഭാഷ് ചോദിക്കുന്നു, ഞങ്ങൾ സംസാരിച്ചതെല്ലാം നീ കേട്ടില്ലേ? നീ തന്നെ പറ, ഞാനിപ്പോ എടുത്ത തീരുമാനം ശരിയല്ലേ? അപ്പൊ സുധീഷ് പറയണ, അതെ അതെ ശരിയാണ്. സുഭാഷ് പറയണ, കേട്ടില്ലേടാ അവന് പറയുന്നത്? അപ്പൊ ഹരീഷ് പറയണ, സുഭാഷ് ഏട്ടനെ കളിയാക്കിയതാ. അപ്പൊ സുധീഷ് പറയണ, അവൾ ഈ വീട്ടിൽ താമസിക്കുന്നതിന്റെ നിങ്ങൾക്ക് വേണ്ടിയാ. എന്റെ കൂടെ ഈ വീട്ടിൽ തനിച്ച് താമസിക്കണം എന്ന് പറഞ്ഞാൽ അവള് താമസിക്കുവോ? ഒരു പക്ഷെ എന്നെ പുറത്താക്കിയിട്ട് നിങ്ങൾ എല്ലാവരും ഈ വീട്ടിലുണ്ടാകുമെന്ന് പറഞ്ഞാലും അവൾ ഓക്കെ എന്ന് പറയും. ഞാനും അവളെ ഈ വീട്ടിൽ താമസിക്കും, നിങ്ങൾ എല്ലാവരും പുറത്തു പോകുമെന്ന്. ഈ ഐഡിയക്ക് അവൾ എങ്ങനെ ഓക്കെ പറയും? അങ്ങനെ ഞങ്ങളെ വിട്ട് നിങ്ങൾ എല്ലാവരും പോയെന്ന് വിചാരിച്ചോ? അവരില്ലാത്ത വീട്ടിൽ ഞാൻ താമസിക്കില്ല എന്ന് പറഞ്ഞ ഹോസ്റ്റലിലേക്ക് പോകും അവള്. അതിനുശേഷം ഞാൻ മാത്രമേ ഈ വീട്ടിൽ ഇരിക്കേണ്ടി വരും. അപ്പൊ സുഭാഷ് പറയണ, സുധീഷെ, ഞാൻ നിധിയോട് ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കാം. ഇത്രയൊക്കെ നടന്നില്ലേ, നിധിക്ക് പറഞ്ഞാൽ മനസ്സിലാകും. അപ്പൊ സുധീഷ് പറയണ, സുഭാഷേട്ടാ എന്താ ഈ പറയുന്നത്? നിങ്ങൾ എല്ലാവരും പോവുകയാണെന്ന് അറിഞ്ഞാൽ അവള് നിങ്ങളുടെ കൂടെ വരും. പിന്നെ ഞാൻ തനിച്ച് ഇവിടെ ഇരിക്കേണ്ടി വരും. ഞാൻ മാത്രം ഈ വീട്ടിൽ താമസിക്കും. ഞാൻ പറഞ്ഞതുപോലെ നടക്കും. ഇത് കേട്ട് നികേഷ് പറയണ, സുഭാഷേട്ടാ, സുധീഷേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഏട്ടത്തെ അങ്ങനെ പറയാനും സാധ്യതയുണ്ട്. ഇത് കേട്ട് സുഭാഷ് പറയണ, ശരിയടാ, നിധിയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. അതെന്റെ ഉത്തരവാദിത്വമാ. ഹരീഷ്, നീ എന്താ മിണ്ടാതിരിക്കുന്നത്? ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് ഹരീഷ് വിഷമത്തോടു കൂടി പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, നികേഷ് നീ എന്താ പറയുന്നേ? ഒന്ന് ആലോചിച്ച് നികേഷ് പറയുന്നു, ശരി സുഭാഷ് ഏട്ടാ. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ, അതൊന്നും നടക്കില്ല. നടക്കാത്ത കാര്യ ഉറങ്ങിക്കൊണ്ടിരുന്നവരെ വിളിച്ചുണർത്തി സുഭാഷ് ഏട്ടാ സംസാരിക്കുന്നത്. അപ്പൊ സുഭാഷ് പറയണ, അതല്ലടാ, നിധിയെ പറഞ്ഞ് മനസ്സിലാക്കി സമ്മതിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാ. നിങ്ങൾ എല്ലാവരും ഇതിന് സമ്മതിച്ചേ പറ്റൂ. ഇത് കേട്ട് സുധീഷ് പറയണ, ഈ തീരുമാനത്തില് എനിക്ക് സന്തോഷമാ. നിങ്ങൾ എല്ലാവരും ഈ വീട്ടിൽ നിന്ന് പോകും, ഞാനും നിധിയും മാത്രമേ ഈ വീട്ടില്. ഇതൊക്കെ കേൾക്കാൻ കൊള്ളാം, പക്ഷെ ഇതൊന്നും നടക്കില്ല. ഒന്ന് മനസ്സിലാക്ക്. അപ്പൊ സുഭാഷ് പറയുകയാണ്, എല്ലാം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേടാ? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, നിധിയുടെ കയ്യിൽ നിന്നും ആവശ്യത്തിന് കിട്ടുമ്പോൾ ശരിയായിക്കോളും. എല്ലാവരും കിടന്നുറങ്ങാൻ നോക്ക്. ഇനിയും രഹസ്യം സംസാരിക്കാനുണ്ടെങ്കിൽ പുറത്തു പോയി സംസാരിക്കണം. അടുത്തിരുന്ന് സംസാരിച്ചിട്ട് നീ കേട്ടായിരുന്നോന്ന്. അങ്ങനെ സുധീഷ് കണ്ണടച്ച് കിടക്കുമ്പോൾ എല്ലാവരും അരികിലേക്ക് കിടക്കുകയാണ്. സുഭാഷും നികേഷും ഹരീഷും വിഷമത്തോടുകൂടി ആലോചിച്ച് കിടക്കുന്നു. തുടർന്ന് നിധിയുടെ റൂമിന്റെ അരികിൽ നിൽക്കുകയാണ് എല്ലാവരും. നികേഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, ഏട്ടത്തിയോട് ഇന്നത് പറയാൻ വേണ്ടി പോവുകയാണോ? അപ്പൊ സുഭാഷ് പറയുകയാണ്, അതെ നികേഷേ, നീ നല്ല സന്തോഷമായിട്ടിരിക്കണം, വിഷമിച്ചിരിക്കരുത്. അപ്പൊ നിധിക്ക് ഒരു തീരുമാനം എടുക്കാൻ വിഷമമായിരിക്കും. സുധീഷ് മനസ്സിൽ പറയാണ്, ഇവൻ ചിരിച്ചോണ്ടിരുന്നാൽ അവള് നിങ്ങളൊക്കെ പൊയ്ക്കോ, ഞാൻ സുധീഷിന്റെ കൂടെ ഇവിടെ താമസിച്ചോളാന്ന് പറയോ? എന്നെ നാണം കെടുത്താൻ വേണ്ടിയാ ഇതൊക്കെ സംസാരിക്കാൻ പോകുന്നത്, ദ്രോഹി. അങ്ങനെ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ, ഞാൻ ഒന്നുകൂടി പറയുക, ഇതൊന്നും ശരിയാകില്ല. നിധി സമ്മതിക്കില്ല, ഒന്ന് പറയുന്നത് കേക്ക്. അപ്പൊ സുഭാഷ് പറയണ, എടാ സുധീഷ്, ഞാൻ നിധിയോട് സംസാരിച്ചോളാം, നിധിക്ക് മനസ്സിലാകും. ഈ സമയം അവിടേക്ക് വന്ന നിധി ചോദിക്കുന്നു, എന്തു പറ്റി? എന്താ
എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ സുഭാഷ് പറയണം, പ്രശ്നമൊന്നുമില്ല മോളെ, പക്ഷെ എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്. മോൾ ഇരിക്ക്, ഞാൻ ഇവിടെ നിന്നോളാം സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് ചോദിക്കേണ്ട, ചായ എടുക്കട്ടെ? സുഭാഷ് ഏട്ടൻ എനിക്ക് രാവിലെ ചായ തന്നായിരുന്നു എന്ന് നിധി പറയുമ്പോൾ സുഭാഷ് ചോദിക്കേണ്ട, കഴിക്കാൻ എടുക്കട്ടെ? ഇത് കേട്ട് നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എന്ത് പറ്റി? ഇപ്പോഴല്ലേ കഴിച്ചത്? എന്താ സുഭാഷ് ഏട്ടാ? അപ്പൊ സുഭാഷ് പറയണ, ഒന്നുമില്ല മോളെ, ഇന്നലെ നടന്ന കാര്യങ്ങളോർത്ത് രാത്രി ഉറങ്ങാനേ പറ്റിയില്ല. നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ അതെല്ലാം ഇന്നലെ കഴിഞ്ഞില്ലേ, പിന്നെന്തിനാ അതാലോചിച്ച് ഉറക്കം കളഞ്ഞത്? അപ്പൊ സുഭാഷ് പറയുകയാണ്, ഈ വീട്ടില് നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം, പക്ഷെ അത് നാട്ടുകാർക്ക് മനസ്സിലാകണമെന്നില്ലല്ലോ. ഞങ്ങൾക്ക് വേണ്ടി മോള് കൂടി എന്തിനു സഹിക്കണം? നടന്നതെല്ലാം കണക്കാക്കി ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, എന്താ സുഭാഷ് ഏട്ടാ ഇത്ര സീരിയസ് ആയി സംസാരിക്കുന്നത്? പ്രശ്നമെല്ലാം കഴിഞ്ഞല്ലോ? അപ്പൊ സുഭാഷ് പറയണ, ഈ നേരത്തെ പ്രശ്നം കഴിഞ്ഞു, ഇനിയും മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്ത് ചെയ്യും? അപ്പൊ നിധി പറയണ, ഫേസ് ചെയ്യണം. അതിനെന്താ? അപ്പൊ സുഭാഷ് പറയണ, മോൾ എന്തിനാ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്? നാട്ടുകാരുടെ വായടപ്പിക്കാനാ ഞാനൊരു തീരുമാനം എടുത്തത്. ഇത് കേട്ട് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് നിധി ചോദിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണെന്ന് അറിയോ? അപ്പൊ നികേഷ് പറയണ, അറിയാ ഏട്ടത്തി, സുഭാഷ് ഏട്ടൻ രാത്രി ഞങ്ങളോടെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് ഈ തീരുമാനം എടുത്തത്. അപ്പൊ സുധീഷ് പറയണ, നികേഷ് അങ്ങനെ പറയാൻ വരട്ടെ, നിധി സുഭാഷ് ഏട്ടൻ ഈ കാര്യം ഞങ്ങളോട് എല്ലാവരോടും സംസാരിച്ചു, ഞാൻ കേട്ടോണ്ടിരുന്നു, അത്രേ ഉള്ളൂ. ഈ തീരുമാനവുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, അങ്ങനെ എന്ത് തീരുമാനോ? അതൊന്ന് പറ. അപ്പൊ സുഭാഷ് പറയാണ്, നിധി നടന്ന പ്രശ്നത്തിന് എല്ലാത്തിനും ഒരു പരിഹാരം, ഞങ്ങൾ ഈ വീട് വിട്ടു പോകുന്നതാ. ഇത് കേട്ട് ഞെട്ടി നിധി ചോദിക്കാണ്, എല്ലാവരും ഈ വീട് വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ പോവുക? ഇത് നിങ്ങളുടെ സ്വന്തം വീടല്ലേ? അപ്പൊ സുഭാഷ് പറയാണ്, എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അല്ല, ഞങ്ങള് മാത്രമാ. മോൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും. നിധി ചോദിക്കുന്നു, സുഭാഷൻ എന്തേ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് നിങ്ങളുടെ വീടാ, നിങ്ങളുടെ വീട് വിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകാനാ? അപ്പൊ സുഭാഷ് പറയുന്നു, മോളും സുധീഷും മാത്രം ഈ വീട്ടിൽ താമസിക്കും, ഞാനും നികേഷും ഹരീഷും അച്ഛനും വീട് വിട്ടു പോകാം. ഞങ്ങൾ അധിക ദൂരത്തേക്കൊന്നും പോകില്ല, അടുത്തെവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കും. എന്തിനാ സുഭാഷ് ഏട്ടാ അങ്ങനെ താമസിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, മോളുടെ അഭിമാനം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാ. നാളെ നീ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നിന്നെ കണ്ട് നാട്ടുകാർ അതും ഇതും പറയരുത്. അതിനുവേണ്ടി എങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞാൻ, നികേഷ്, ഹരീഷ്, അച്ഛൻ, ഞങ്ങൾ 4 പേരും വാടക വീട്ടിലേക്ക് മാറും. മോളും സുധീഷും ഈ വീട്ടിൽ തന്നെ താമസിക്കണം. ഇത് കിട്ടാൻ നിധി ചോദിക്കണ, എങ്ങനെയാ സുഭാഷ് ഏട്ടാ, എങ്ങനെയാ സുഭാഷ് ഏട്ടനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്? അപ്പൊ സുഭാഷ് പറയണ, അതല്ല മോളെ, ഞാൻ കറക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞേ? നിധി ചോദിക്കുന്നു, എന്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞെന്നാ? ഈ വീട്ടില് ഉത്തരവാദിത്തമുള്ള ഒരാള് സുഭാഷ് ഏട്ടനാണെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പൊ സുഭാഷ് ഏട്ടൻ തന്നെ ഇങ്ങനെ പറയുന്നത് ശരിയാണോ? ഏതോ ഒരുത്തൻ എന്തോ പറഞ്ഞെന്ന് കരുതി സുഭാഷ് ഏട്ടൻ വീട് വിട്ടു പോവുകയാണെന്ന് പറയുന്നു. അപ്പൊ സുഭാഷ് പറയണ, അതല്ല മോളെ, ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ. അപ്പൊ നിധി പറയണ, മിണ്ടരുത്, നാളെ വേറൊരുത്തൻ എന്തെങ്കിലുമൊക്കെ പറയും, ഉടനെ അത് കേട്ട് വേറെ എന്തെങ്കിലും തീരുമാനം എടുക്കൂ. ഇതാണോ രാത്രിയൊക്കെ ആലോചിച്ച് തീരുമാനം എടുത്തത്? സുഭാഷ് ഏട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ ചെറുപ്രായത്തില് എന്റെ മുത്തശ്ശി പറഞ്ഞ കഥ എനിക്ക് ഓർമ്മ വരുന്നത്. ഒരുത്തൻ കഴുതയുമായി വഴിയിലൂടെ നടന്നു പോവുകയാണ്. കഴുത ചുമക്കേണ്ട ചാക്ക് കെട്ട് അയാൾ എടുത്തോണ്ട് പോകുന്നു. അത് കണ്ടിട്ട് ഒരാൾ പറഞ്ഞു, എന്താടോ കഴുത വെറുതെ വരുന്നു, ചാക്ക് കെട്ട് നീ ചുമന്നോണ്ട് പോവുകയാണോ? അത് കഴുതയല്ലേ ചുമക്കണ്ടേന്ന് ചോദിച്ചു. ശരിയെന്ന് പറഞ്ഞ അയാള് ചാക്ക് കെട്ട് കഴുതയുടെ മേളിലേക്ക് കെട്ടിവെച്ചു. എന്നിട്ട് അയാൾ വെറുതെ നടന്നു വന്നു. അത് കണ്ട് മറ്റൊരുത്തൻ, ഇത്രയും വലിയൊരു ചാക്ക് കെട്ട് ഒരു മിണ്ടാപ്രാണിയുടെ ദേഹത്ത് കെട്ടിവെച്ച് അതിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇത് കേട്ട് അയാള് കഴുതയുടെ പുറത്തു നിന്നും ചാക്ക് കെട്ടെടുത്ത് തനിയെ ചുമന്നോണ്ട് മുന്നോട്ട് നടന്നു. ഇത് കണ്ട് മറ്റൊരുത്തൻ പറയുകയാണ്, ഇവന് ശരിക്കും ഭ്രാന്ത, കഴുതയുടെ പുറത്ത് ചാക്ക് കെട്ട് വെച്ച് അവനും അതിന്റെ മുകളിൽ കയറി പോയാ പോരെ? അങ്ങനെ ചോദിച്ചപ്പോൾ ശരിയെന്ന് പറഞ്ഞ് അതും ചെയ്തു. അങ്ങനെ നാട്ടുകാർ പറയുന്നതെല്ലാം കേട്ട് കേട്ട് അതുപോലെ എല്ലാം ചെയ്ത് ചെയ്ത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവനും ചാക്കിട്ടെടുക്കാൻ വയ്യ, കഴുതയ്ക്കും ചാക്കിട്ടെടുക്കാൻ വയ്യ. രണ്ടുപേരും ബോധം കെട്ട് വീണു. അത് കണ്ട് പരിഹസിച്ച് ചിരിച്ചു നാട്ടുകാർ. ഈ കഥ മുത്തശ്ശി എന്നോട് പറഞ്ഞപ്പോൾ ഇതിന്റെ വാല്യൂ എനിക്കന്ന് മനസ്സിലായില്ല. പക്ഷെ എന്റെ അച്ഛൻ നാട്ടുകാർ പറയുന്നത് കേട്ട് തുള്ളുന്നത് കണ്ടപ്പോഴാ എനിക്ക് ഈ കഥയുടെ വാല്യൂ മനസ്സിലായത്. ഇപ്പതേ സുഭാഷ് ഏട്ടനോ അത് തന്നെ ചെയ്യുന്നു. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ സുഭാഷ് ഏട്ടാ? നാട്ടുകാർ പറയുന്നത് പോലെ നമ്മൾ മാറണമെന്ന് ആഗ്രഹിച്ചാൽ എവിടെ ചെന്ന് നിൽക്കും? ദയവ് ചെയ്ത് ഈ സംസാരം ഇതോടെ അവസാനിപ്പിക്കുക. സുധീഷ് മനസ്സിൽ പറയുകയാണ്, എന്തു പറ്റി? എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. നിധി ചോദിക്കുന്നു, അതും ഈ സുധീഷിന്റെ കൂടെ എന്നെ തനിച്ചാക്കി നിങ്ങൾ എല്ലാവരും പോകുമെന്നോ? നന്നായിട്ടുണ്ട് സുഭാഷ് ഏട്ടാ. സുധീഷിനെ തനിച്ച് ഈ വീട്ടിലാക്കിയിട്ട് നമ്മൾ എല്ലാവരും കൂടി പോയാലും കുഴപ്പമില്ലായിരുന്നു. ഈ സുധീഷിന്റെ കൂടെ തനിച്ച് ഞാൻ ഈ വീട്ടിൽ താമസിക്കണമെന്നോ? അതിനൊരു സാധ്യതയില്ല സുഭാഷ് ഏട്ടാ. പുഞ്ചിരിച്ച് സുധീഷ് മനസ്സിൽ പറയുന്നു, ഇപ്പോഴാ സമാധാനമായത്. ഞാൻ ചിന്തിച്ച പോലെ തന്നെ നിധി സംസാരിക്കുന്നുണ്ട്. അപ്പൊ നിധി പറയുന്നു, ഇതിനെ കുറിച്ചൊന്നും ഇനി സുഭാഷ് ഏട്ടൻ എന്നോട് സംസാരിക്കരുത്. അങ്ങനെ ദേഷ്യത്തോടുകൂടി റൂമിനകത്തേക്ക് കയറി വാതിലടക്കുകയാണ് നിധി. സുധീഷ് മനസ്സിൽ പറയുന്നു, ഇമോഷണൽ ഡാമേജ്. സുഭാഷ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ സുധീഷ് മനസ്സിൽ പറയണ, എങ്ങോട്ടായി ഓടി പോകുന്നത്? ദാ വരുന്നു. അങ്ങനെ സുഭാഷിന്റെ കയ്യിൽ പിടിച്ച് സുധീഷ് ചോദിക്കണ, എന്താ സുഭാഷ് ഏട്ടാ, നിധിയെ സമ്മതിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണെന്നല്ലേ പറഞ്ഞത്? ഇതിപ്പം സമ്മതിപ്പിക്കുകയല്ലായിരുന്നല്ലോ. അവള് സംസാരിച്ചു, സുഭാഷ് ഏട്ടനെല്ലാം കേട്ടോണ്ട് നിന്നു. അപ്പൊ സുഭാഷ് പറയണ, അതല്ലടാ, ആ കുട്ടീനെ സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല. അപ്പൊ സുധീഷ് പറയണ, അതെനിക്കറിയായിരുന്നല്ലോ, അതുകൊണ്ടാ വേണ്ടാന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കേട്ടില്ലല്ലോ? ഇതാണ് എന്റെ തീരുമാനം, നിങ്ങൾ എല്ലാവരും ഈ തീരുമാനത്തിന് സമ്മതിച്ചേ പറ്റൂന്നൊക്കെ വലിയ ഡയലോഗ് ആയിരുന്നല്ലോ. എനിക്കറിയില്ലേ അവളെ
അവൾ എന്താ പറയാൻ പോകുകയെന്ന്. ഇവന്റെ കൂടെ ഞാൻ തനിച്ച് താമസിക്കണോന്ന് ചോദിച്ച് എന്നെ താഴ്ത്തി കെട്ടിയിട്ട് പോകുന്നത് കണ്ടില്ലേ. അപ്പൊ സുഭാഷ് പറയണ, എടാ സുധീഷ്, ആ കുട്ടി അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, പിന്നെ എന്ത് പറയുന്ന സുഭാഷ് ഏട്ടൻ വിചാരിച്ചേ? നിങ്ങൾ എല്ലാവരും പൊയ്ക്കോ, ഞാൻ സുധീഷിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് പറയുന്നു വിചാരിച്ചോ? എന്നെ നാണം കെടുത്താൻ വേണ്ടിയല്ലേ സുഭാഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്ത്? സത്യമായിട്ടും അല്ലടാന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഏട്ടത്തി സമ്മതിക്കില്ലാന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സുധീഷ് ഏട്ടന്റെ കൂടെ തനിച്ച് താമസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. നികേഷ് പറയുകയാണ്, സമാധാനമായി. ഏട്ടത്തി സമ്മതിച്ചില്ലല്ലോ. ഏട്ടത്തി തനിച്ച് ഇവിടാക്കി നമ്മളെല്ലാവരും വേറെ വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടി വരുമോ എന്ന് ആലോചിച്ച് എനിക്ക് രാത്രി ഉറങ്ങാനേ പറ്റിയില്ല. എന്തായാലും ഏട്ടത്തി അതിന് സമ്മതിച്ചില്ലല്ലോ. എടാ സുധീഷ് ഏതാ സുഭാഷ് വിളിക്കുമ്പോൾ കൈകൂപ്പി സുധീഷ് പറയണ, സുഭാഷ് ഏട്ടൻ മിണ്ടരുത്. അവര് പറയുന്നത് ഞാൻ കേൾക്കും, പക്ഷെ സുഭാഷ് ഏട്ടൻ പറയുന്നത് ഞാൻ കേൾക്കില്ല. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ എടാ സുധീഷ് എന്ന് വിളിച്ച് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് സുഭാഷ്. തുടർന്ന് തുണി കഴുകാനായി പുറത്തേക്ക് വന്ന സുധീഷ് കാണുകയാണ് ആലോചിച്ചിരിക്കുന്ന ഹരീഷിനെ. അരികിലേക്ക് ചെന്നിരുന്ന് സുധീഷ് ചോദിക്കുന്നു, എന്താ ബ്രദർ, എന്ത് ചെയ്യുക? ഒന്നുമില്ലാന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, എന്താ നീതുവിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണോ? അപ്പൊ ഹരീഷ് പറയുന്നു, അതെ, അവൾ ഇന്നലെ നമ്മുടെ വീടിന് വേണ്ടി സംസാരിച്ചില്ലേ, അതോടുകൂടി അവളിന്റെ മനസ്സ് നിറഞ്ഞു. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അപ്പൊ ഇതുവരെ നീ അവളെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഇന്നലെ മുതലാണ് നീ അവളെ പ്രണയിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇത്രയും നാളും ടൈം പാസ് ആയിരുന്നു അല്ലേ? അപ്പൊ ഹരീഷ് പറയണേ, ഏയ് അങ്ങനെയല്ല സുധീഷ് ഏട്ടാ, അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാ സംസാരിച്ചത്. പക്ഷെ ഇന്നലെ അവള് ഇവിടെ വന്ന് നമ്മുടെ വീടിന് വേണ്ടി സംസാരിച്ചപ്പോൾ അവളോട് എനിക്ക് ബഹുമാനമൊക്കെ തോന്നി തുടങ്ങി. സ്വന്തം വീട്ടിലുള്ളവരെ എതിർത്ത് എന്നെയും നമ്മുടെ കുടുംബത്തെയും സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരു മനസ്സ് വേണ്ടേ? വീണ്ടും അവക്ക് അവരുടെ വീട്ടിലേക്ക് പോകണമെന്ന് അറിഞ്ഞിട്ടും നമുക്ക് വേണ്ടി സംസാരിച്ചത് വലിയൊരു കാര്യമല്ലേ? ഇത് കേട്ട് സുധീഷ് പറയണ, എനിക്കും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. നിനക്ക് വേണ്ടി സ്വന്തം വീട്ടുകാരെ എതിർത്ത് സംസാരിച്ചില്ലേ? നിന്റെ പുറകെ നടന്ന് പ്രേമിക്കുകയല്ലേ അവള്? ഇത് കേട്ട് ഹരീഷ് പറയണ, സുധീഷ് ഏട്ടൻ അസൂയ. സുധീഷ് ഏട്ടൻ എന്തൊക്കെ ചെയ്തിട്ടും ഏട്ടത്തി പ്രണയിച്ചു തുടങ്ങിയില്ലല്ലോ, ആ അസൂയ. അപ്പൊ സുധീഷ് പറയണ, ശരിയടാ, അങ്ങനെ തന്നെ നീ വിചാരിച്ചോ? അപ്പൊ ഹരീഷ് പറയണ, എങ്ങനെ സുധീഷ് ഏട്ടന് നല്ലത് നടക്കാനാ? ബുദ്ധിയോടെ വേണ്ടേ ചിന്തിക്കാൻ? ഇത് കേട്ട് സുധീഷ് പറയുന്നു, അതേടാ, എനിക്ക് ബുദ്ധിയില്ല. നിങ്ങളെല്ലാവരും വിവരമുള്ള ആൾക്കാരല്ലേ, നിങ്ങൾക്കെല്ലാം നല്ലതായി തന്നെ നടക്കും. പക്ഷെ എനിക്ക് മാത്രം ഒന്നും നടക്കില്ല, ഒന്ന് പോടാ. അപ്പൊ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടാ, എനിക്ക് നീതുവിനെ കാണുമെന്ന് തോന്നുവാ, പോയി കാണടാന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് ചോദിക്കണേ, എങ്ങനെ കാണുക? നീതുവിന്റെ വീട്ടിൽ പോയി കാണാൻ പറ്റുമോ? ഇന്നലെ അത്രയും വലിയ പ്രശ്നം നടന്നിട്ട് എവിടെയെങ്കിലും വരാൻ പറയാൻ സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടാ, അവിടെ ഫോണില്ലല്ലോ. അവളുടെ അച്ഛന്റെ ഫോണിൽ നിന്നാ ആരും അറിയാതെ എന്നെ വിളിച്ചത്. എനിക്ക് അവളെ കാണുമെന്ന് തോന്നുവാ. ഉടനെ കാണുമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, അതെ സുധീഷ് ഏട്ടാ, എനിക്ക് ഉടനെ കാണുമെന്ന് തോന്നുവാ. ഒന്ന് ആലോചിച്ച് സുധീഷ് പറയുന്നു, ശരി വാ. ഹരീഷ് ചോദിക്കുന്നു, കാണാൻ പറ്റുമോ? അപ്പൊ സുധീഷ് പറയണ, നിനക്ക് കാണാടാ, നിനക്ക് ഇങ്ങനെയൊക്കെയുള്ള ചിന്ത വന്നു തുടങ്ങിയില്ലേ? എന്തായാലും ഞാനും നിന്റെ കൂടെ വരാം. ഞാൻ ഈ ഷർട്ട് ഒന്ന് മാറ്റിട്ട് വരാന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കാണ്, ഈ ഷർട്ടിന് എന്താ കുഴപ്പം? നല്ലതല്ലേ? കാണണമെന്ന് തോന്നിയാൽ ഉടനെ പോയി കാണണം. ഡ്രസ്സ് മാറ്റണമെന്ന് പറഞ്ഞ് സമയം കളയരുത്. നീ ബൈക്ക് എടുക്ക്, ഞാൻ പോയി ഡ്രസ്സ് മാറ്റിട്ട് വരാം. അങ്ങനെ സുധീഷ് അകത്തേക്ക് പോയി ഡ്രസ്സ് മാറി ബൈക്കിന്റെ കീ എടുത്തോണ്ട് വരികയാണ്. എടാ, എന്റെ ലൈസൻസ് ഇല്ലാത്തോണ്ട് നീ തന്നെ വണ്ടി ഓടിക്കുന്നു പറഞ്ഞ് സുധീഷ് ബൈക്കിന്റെ കീ ഹരീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. തുടർന്ന് നീതുവിന്റെ വീടിന്റെ അരികിലേക്ക് വന്ന ഹരീഷ് ബൈക്ക് നിർത്തുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്തിനാടാ ഇവിടെ വണ്ടി നിർത്തിയേ? വാ, നമുക്ക് അവിടെ വീട്ടിലേക്ക് പോകാം. നമുക്ക് വീട്ടിൽ കയറി നീതുവിനെ കാണാം. അപ്പൊ ഹരീഷ് പറയുന്നു, ഒന്ന് ചുമ്മാ തിരികെ സുധീഷ് ഏട്ടാ. ഇത് കേട്ട് സുധീഷ് പറയണ, കാണുമെന്ന് പറഞ്ഞല്ലേ നീ എന്നെ കൂട്ടിക്കൊണ്ട് വന്നേ? അപ്പൊ വാ, നമുക്ക് പോയി കാണാം. അറ്റ്ലീസ്റ്റ് ഫോൺ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ. ഓ സോറി, അവളുടെ കയ്യിൽ ഫോണില്ലാന്ന് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ മറന്നുപോയി. പിന്നെങ്ങനെയാ നീതുവിനെ കാണുക? ഈ സമയം ഓട്ടോയിൽ അവിടേക്ക് വരികയാണ് ചന്ദ്രൻ. സുധീഷ് ഏട്ടാ, അത് അവളുടെ അച്ഛനാണെന്ന് പറഞ്ഞ് സുധീഷിന്റെ കയ്യിൽ പിടിച്ച് കുറച്ചങ്ങോട്ടേക്ക് ഓടിപ്പോയി മറിഞ്ഞിരിക്കുകയാണ് ഹരീഷ്. എന്തിനാടാ നീ ഇങ്ങനെ പേടിക്കുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, പേടിച്ചതല്ല സുധീഷ് ഏട്ടാ, നമ്മൾ കാരണം അവക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ടാ. ഇത് കേട്ട് സുധീഷ് പറയുന്നു, ശരി, കാണാൻ വേണ്ടി നമ്മൾ ഇവിടം വരെ വന്നു, പക്ഷെ എങ്ങനെ കാണുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഒന്ന് ആലോചിച്ച് ആ വഴി പോകുന്ന ഒരു സ്ത്രീയുടെ അരികിലേക്ക് ഓടി വന്ന് ആന്റി എന്ന് വിളിക്കുകയാണ് സുധീഷ്. അവർ ചോദിക്കുന്നു, എന്നെ കണ്ടാൽ നിനക്ക് ആന്റിയായിട്ട് തോന്നിയോടാ? അപ്പൊ സുധീഷ് പറയുന്നു, സോറി, ദൂരെ നിന്ന് വരുന്ന കണ്ടപ്പോൾ ആന്റിയെ പോലെ തോന്നിയത്, അടുത്ത് വന്നപ്പോൾ ചേച്ചിയെ പോലെ തോന്നുന്നേ. അവര് പറയുന്നു, ഒറ്റ ഒരെണ്ണം തന്നാനുണ്ടല്ലോ, പോടാ. അങ്ങനെ അവർ അവിടെ നിന്ന് പോകുമ്പോൾ ഹരീഷ് ചോദിക്കണം, സുധീഷ് ഏട്ടാ, ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അപ്പൊ സുധീഷ് പറയുന്നു, സാരമില്ലടാ, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ അപമാനപ്പെട്ടത്. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, എനിക്ക് വേണ്ടി അപമാനപ്പെട്ടതൊന്നും അല്ല, അവരെ ആന്റി എന്ന് വിളിച്ച് അപമാനപ്പെട്ടു. അപ്പൊ സുധീഷ് പറയുന്നു, നീ അത് വിട്. ദൂരെ നിന്ന് കണ്ടപ്പോൾ അവരൊരു ആന്റി ആയിട്ടാ എനിക്ക് തോന്നിയേ. പെട്ടെന്ന് സുധീഷ് കാണുകയാണ് ആ വഴി ഒരു പെൺകുട്ടി വരുന്നതായി. ഈ പെണ്ണ് ഓക്കെ അല്ലേ എന്ന് ചോദിച്ച് സുധീഷ് ഹലോ എന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട് ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കുകയും ദേഷ്യത്തോടുകൂടി അവിടെ ഓടി പോവുകയാണ്. മുന്നിലേക്ക് ഓടി വന്ന സുധീഷ് പറയുന്നു, ഒരു മിനിറ്റ്, കുട്ടിയെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്, അത് പറയാൻ വേണ്ടി വിളിച്ചതാ. അപ്പുറത്തേക്കും ഓടി പോവാണോ? സുന്ദരിയായവരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് നടന്നു പോവോ? ഇത് കേട്ട് ആ പെൺകുട്ടി ചിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കേണ്ട, എന്താ ഭംഗി ചിരി കാണാൻ? കുട്ടി ഈ ഏരിയയിലാണോ താമസിക്കുന്നത്? അതെന്താ ആ പെൺകുട്ടി മൂളുമ്പോൾ സുധീഷ് പറയുകയാണ്, കുട്ടിയെ ഞാൻ ഇവിടെയൊന്നും കണ്ടിട്ടേ ഇല്ലല്ലോ. സോറി, എനിക്കിങ്ങനെ മനസ്സിൽ വെച്ച് പെരുമാറാനൊന്നും അറിയില്ല. കുട്ടി ഈ വഴി നടന്നു വരുന്ന കണ്ടപ്പോൾ കുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി. എന്റെ മനസ്സിൽ തോന്നിയ കാര്യം കുട്ടിയോട് പറയുമ്പോൾ കുട്ടിക്ക് സന്തോഷാവില്ലേ, അതുകൊണ്ടാ പറഞ്ഞത്. കോളേജ് പഠിക്കുകയാണോ? അതെ, ഞാൻ കോളേജിലാണ് പഠിക്കുന്നതെന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എനിക്കൊരു
എനിക്കൊരു സഹായം ചെയ്യാമോ? ആ പെൺകുട്ടി പറയുകയാണ് അതിനെന്താ പറ. നീതുവിന്റെ വീട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുധീഷ് ചോദിക്കുന്നു ആ വീട്ടിലെ നീതുവിനെ അറിയാമോ? ആ പെൺകുട്ടി പറയാണ് അറിയാം, ഓട്ടോ ഓടിക്കുന്ന ചന്ദ്രൻ ചേട്ടന്റെ മോളല്ലേ. ഇത് കേട്ട് സുധീഷ് പറയാണ് ഓ കുട്ടിക്ക് അറിയല്ലേ, അത് നല്ല കാര്യമായി. നീതുവിനെ ഒന്ന് പുറത്തേക്ക് ഇറക്കി കൊണ്ടുവരുമോ? ഇത് കേട്ട് ആ കുട്ടിയുടെ മുഖം മാടുമ്പോൾ സുധീഷ് പറയുകയാണ് കുട്ടി എന്താ ആലോചിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കുട്ടി സുന്ദരിയാണെന്ന് പറഞ്ഞിട്ട് നീതുവിനെ പുറത്തിറക്കി തരാമോ എന്ന് ഞാൻ ചോദിക്കുന്നു. നീതുവിനെ വിളിക്കാൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയല്ല, ദോ നിൽക്കുന്ന എന്റെ അനിയന് വേണ്ടിയാ. അവന് നീതുവിനോട് സംസാരിക്കണമെന്ന് ഒന്ന് വിളിച്ചോണ്ട് വരുമോ? അപ്പൊ ആ പെൺകുട്ടി പറയുന്നു ശരി ഞാൻ വിളിച്ചോണ്ട് വരാം, നിങ്ങൾ ആരാണെന്ന് പറയണം. അപ്പൊ സുധീഷ് പറയണം നീതുവിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടെന്ന് അവരുടെ വീട്ടിൽ പറഞ്ഞാൽ മതി. ആൺകുട്ടികളാണെന്ന് പറയരുത്, പെൺകുട്ടികളാണെന്ന് പറഞ്ഞാൽ മതി. എന്റെ അനിയനും നീതുവും തമ്മിൽ പ്രേമത്തിലാ. നീതുവിന്റെ വീട്ടിൽ അത് ഇഷ്ടമല്ല, അതുകൊണ്ടാ ഞാൻ സിംഗിളാ കേട്ടോ. എന്റെ അനിയന് വേണ്ടി ചേട്ടൻ ചെയ്യുന്ന സഹായം. പുഞ്ചിരിച്ച ആ പെൺകുട്ടി പറയുന്നു ശരി ഞാൻ നീതുവിനെ കൂട്ടിക്കൊണ്ടുവരാം. അങ്ങനെ ആ പെൺകുട്ടി മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തോടു കൂടി സുധീഷ് പറയുന്നു താങ്ക് യു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്